ഇന്ന് സ്കൂളിലൊരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതേ ഉള്ളൂ. എൻ്റെ ഏറ്റവും ഇളയ മോള് പങ്കെടുക്കുന്ന ആ ക്ലാസ് മുഴുവനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം. അപ്പം അതിൽ ആ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിൻ്റെ എല്ലാം മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ അവർക്കൊക്കെ അത് വന്ന് അറ്റൻഡ് ചെയ്യും. അപ്പം അങ്ങനെ ആ ക്ലാസ്സിലുള്ളവരുടെ ഫാമിലിയും ഉണ്ട്. ഈ കൊച്ചുകുട്ടികൾ മുന്നിൽ നിന്ന് ആ സ്റ്റേജിൽ ഒരു പ്രോഗ്രാം അവർ പ്രസൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ശ്രദ്ധിച്ചത് എല്ലാ കുട്ടികളും അതായത് എൻ്റെ കുട്ടി പഠിക്കുന്ന 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ ആ ഡിവിഷനിലുള്ള പിള്ളേർ മാത്രം സ്റ്റേജിൽ, ബാക്കി 3ാം ക്ലാസ് വരെയുള്ള, അതായത് നഴ്സറി തൊട്ട് 3ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസ് എല്ലാം ഫ്രണ്ടിലിരിപ്പുണ്ട്. ഇപ്പം ഈ സ്റ്റേജിലിരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ അവരുടെ എല്ലാവരുടെയും കണ്ണെന്ന് പറയുന്നത് അങ്ങോട്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ എല്ലാവരുടെയും കണ്ണ് അവരവരുടെ മാതാപിതാക്കൾ, അവരുടെ ചിലപ്പം അപ്പനായിരിക്കും, അമ്മയായിരിക്കും, ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും, എല്ലാവരുടെയും മുഖത്തോട്ടേക്ക് നോക്കി അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നല്ല സന്തോഷമായിട്ട് അവരെ കണ്ടതിലുള്ള സന്തോഷവും ശരിയായിട്ട് അവർ ഇരിക്കുക. മുന്നിൽ ഇത് കാണാനായിട്ട് വന്നിരിക്കുന്ന നഴ്സറിയിലെ പിള്ളേർ അവര് അവരുടെ മാതാപിതാക്കൾ ചിലപ്പോൾ കാണും, അവരുടെ സിസ്റ്ററോ ബ്രദറോ ആയിരിക്കും ആ സ്റ്റേജിലുള്ള. അപ്പം അത് കാരണം അവരുടെയും മാതാപിതാക്കൾ ചിലപ്പോൾ കാണും. അങ്ങനെയുള്ളവർ അവർ സ്റ്റേജിലോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. അവർ തിരിഞ്ഞിരുന്നിട്ട് മാതാപിതാക്കളെ നോക്കി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിൽക്കുന്നു. അവർക്ക് അവരുടെ ആ എൻവയൺമെന്റ് എന്തോന്ന് പോലും അവർ മറന്നിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് സന്തോഷമായിട്ട് അവർ തിരിഞ്ഞു നിൽക്കും. അവരുടെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കാണെങ്കിലും അവരെല്ലാം എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആ മാതാപിതാക്കളെ അവരവരുടെ മാതാപിതാക്കളെ നോക്കിക്കൊണ്ട് വളരെ അവർ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ, അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ, ഇതെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. അപ്പം അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് അവർ അങ്ങ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് അവരെ എൻകറേജ് ചെയ്യാനായിട്ടും. അതിനു വേണ്ടിയിട്ടൊരു വളരെ ഡീപ്പായിട്ടുള്ളൊരു ഡിസയർ, ഒരു ക്രേവിങ് ആണ് അവർക്ക്. അവരെ കാണുന്നതിൽ ആ മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ട്, അവരത് ചെയ്യുന്നതിൽ, ആ പ്രോഗ്രാം ചെയ്യുന്നതിൽ മാതാപിതാക്കളുടെ സന്തോഷം, ഇതെല്ലാം അവർ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് അവർ ഏറ്റവും ആത്മാർത്ഥമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പം അവർക്ക് ഒത്തിരിയും കുറവുകളുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നത് 150%, 200% ആത്മാർത്ഥതയോടെ അവർ ചെയ്യും. അതിൽ കുറവുകൾ കാണും. അവർ വളർന്ന പിള്ളേരാണ്. അപ്പം ആ കുറവുകൾ കാണാതെ ആ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഹെഡ് മാസ്റ്റർ ആണെങ്കിലും എല്ലാം നല്ല നല്ല കാര്യങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണെങ്കിലും എടുത്തെടുത്ത് പറയും, അവരെ എൻകറേജ് ചെയ്യും. അതുപോലെ തന്നെ മാതാപിതാക്കളാണെങ്കിലും അവരെ എൻകറേജ് ചെയ്യും. ഇതെല്ലാം തന്നെ ഒരു പ്രൈമറി സ്കൂളിൽ ഒരു പക്ഷേ സ്ഥിരം സംഭവങ്ങളായിരിക്കും. പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് മക്കൾ ഒരു ടീനേജ് ലെവലിലൊക്കെ എത്തുന്നു, അല്ലെങ്കിൽ ഹൈസ്കൂളിലെത്തുന്നു, 10ാം ക്ലാസ്സും +2 ഇങ്ങനെയൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് മാതാപിതാക്കൾ അവരുടെ ആ 100% മാതാപിതാക്കളെ അവരുടെ ആ സന്തോഷത്തിന് വേണ്ടി അവർ മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ചില കുറവുകൾ വരുമ്പോഴത്തേക്ക് ആ കുറവുകൾ മാത്രം എടുത്ത് പറയുകയും അവരുടെ നല്ലതും കൂടെ ഇല്ലാതാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയും അവർ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളുടെ എൻകറേജ്മെൻറ്റാണ്. അതിനു വേണ്ടിയിട്ട് അവർ ഒത്തിരിയും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ നല്ലതും പറയണം, നമ്മൾ ശിക്ഷണവും ഡിസിപ്ലിനും അല്ല. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ നല്ലത് പറയുകയും വേണം, അവർ തെറ്റായിട്ടുള്ളത് ചെയ്യുന്നത് കറക്റ്റ് ചെയ്യുകയും വേണം. ഇതൊരു ബാലൻസിങ് ആക്ടാണ്. അത് ഫീഡ്ബാക്ക് ശരിക്കും പറഞ്ഞാൽ വി ആർ ഗിവിങ് ദം ഫുഡ് കൊടുക്കുക. അവരുടെ ഫുഡാണ്, അത് പോയ്സൺ ആയിപ്പോയത്. ശ്രദ്ധിക്കണം, ഫീഡ്ബാക്ക് എന്നുള്ളത് പോയ്സൺ ആയിപ്പോയത്. ഓവർലി നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് അവരുടെ സ്വപ്നങ്ങളെ, അവരുടെ കഴിവുകളെ മൊത്തം അവരെ അടച്ചു കളയുന്നു. ഇത് ആ ഒരു സ്റ്റേജിൽ അവർ ഏറ്റവും ക്രേവ് ചെയ്യുന്ന കാര്യമാണ്. ആ സ്റ്റേജിൽ മാത്രമല്ല, എല്ലാ സ്റ്റേജിലും നമ്മൾ പ്രായമാകുമ്പോഴാണെങ്കിലും നമ്മൾ ചിലപ്പം നമ്മുടെ സ്പൗസിൻ്റെ ആയിരിക്കും അവരുടെ ആ സന്തോഷം. ഭാര്യമാർ ഭർത്താക്കന്മാരെ അവരെ സന്തോഷിപ്പിക്കാനായിട്ട്
നല്ല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഭർത്താവ് വന്നിട്ട് ഇത് ശരിയായില്ല അത് ശരിയായില്ല എന്ന് കുറ്റം പറയുന്നതിന് പകരം അവർ ക്രേവ് ചെയ്യുന്നുണ്ട് അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ, അവരത്രയും കഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ അവരൊത്തിരിയേറെ ഭാര്യമാരെ അറിയുന്നില്ല, കുഞ്ഞുങ്ങൾ അറിയുന്നില്ല, അവരൊത്തിരിയേറെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ നടക്കുന്നു, ജോലി കാര്യങ്ങൾ പല കാര്യങ്ങളിൽ അവർ നടക്കുമ്പോൾ ഭാര്യമാരുടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ ഒരു അപ്രീസിയേഷൻ അവരും ക്രേവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഫാമിലിയിൽ മാതാപിതാക്കൾ, പ്രായമായ മാതാപിതാക്കൾ അവരും ആഗ്രഹിക്കുന്നുണ്ട് മക്കളിൽ നിന്ന് അവർ ഒരുപക്ഷെ ചിലരുണ്ട് റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞു, ഒത്തിരി പ്രായമായി കഴിഞ്ഞു, അവരെ കൊണ്ട് ഇനി എന്താണ് പ്രയോജനം, ആ ഒരു ചിന്തയിൽ വരുന്നവരുണ്ട്. അന്നേരം അവരുടെ ജ്ഞാനം എന്നുള്ളത് അതിന് എത്ര വില കൊടുത്താലും മതിയാകത്തില്ല. അവരുടെ എക്സ്പീരിയൻസും അവരുടെ പ്രായവും അതെല്ലാം നമ്മൾ ബഹുമാനിക്കുകയും അവരുടെ ആ ജ്ഞാനം, അവർക്ക് ചിലപ്പം ഇന്നത്തെ വലിയ ടെക്നോളജിയും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ ജീവിതം എന്നുള്ളത് അതിൽ നിന്ന് ഒത്തിരിയേറെ നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മൾ അവരെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ അവരും കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞാൽ അവർ നമ്മൾ ഒത്തിരി ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അവർ ഷട്ട് ഡൗൺ ആവുന്ന പോലെ തന്നെ ഇതെല്ലാ സ്റ്റേജിലും നമ്മൾ ഓവർലി ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഫീഡ്ബാക്ക് എന്നുള്ളത് ഫുഡ് എന്നുള്ളത് അവരെ സ്ട്രെങ്തൻ ചെയ്യാനായിരിക്കണം, അവർക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടായിരിക്കണം ഫീഡ്ബാക്ക് എന്നത്. ആ ഫീഡ് എന്നുള്ളത് ഒരിക്കലും പോയ്സണസ് ആകരുത്. ഇനി ഒരുപക്ഷെ ചില സമയത്ത് നമ്മൾ വലിയ പ്രൊജക്ട്സും പ്ലാൻസും ഒക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് മറ്റുള്ളവർക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ അവരത് കാണണമെന്നില്ല. ആ സമയത്താണെങ്കിലും നമുക്ക് വേണ്ട ഒരേ ഒരു അപ്രീസിയേഷനുണ്ട്. അതായത് കർത്താവ് യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയിട്ട് കർത്താവ് സ്നാനം കഴിഞ്ഞ് യോർദാനിൽ നിന്ന് വരുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദിസ് ഇസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്. ഇത് തന്നെ ദൈവം നമ്മളെ പറ്റിയും പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവിന് പിന്നീട് പലപ്പോഴും ഒരാളുടെയും സപ്പോർട്ട് കിട്ടാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. പക്ഷെ ദ ഓൺലി സപ്പോർട്ട് ദാറ്റ് കൗണ്ട്സ്, ദ ഓൺലി അപ്രൂവൽ ദാറ്റ് കൗണ്ട്സ്, ദൈവത്തിൻ്റെ ആ ഫേവർ, ആ കൃപ, ആ അനുഗ്രഹം, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അവരൊറ്റ വാക്ക് മതി. ഏതവസ്ഥയും നമുക്ക് അതിജീവിക്കാൻ അത് മതി. കർത്താവിനെ ഏറ്റവും എതിർത്തിരുന്ന ഒരാളാണെന്ന് പറയപ്പെടുന്നു ജെയിംസ്, കർത്താവിൻ്റെ സഹോദരനാണ്. യാക്കോബ് കർത്താവിനെ എതിർത്തിരുന്നതാണ്. കർത്താവിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ മാത്രമല്ല, കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരുടെ ചേട്ടൻ എന്ന് പറയുന്നത് ദൈവപുത്രനാണെന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞങ്ങളെക്കാളും എന്ത് വിശേഷതയാണ് എന്നുള്ള ആ ഒരു ചിന്ത. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മുന്നിൽ വളർന്ന ഒരാൾ എങ്ങനെ ദൈവപുത്രനാണെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാക്കുക, അവർ ഇടർച്ചകൾ ഉണ്ടാക്കാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ എല്ലാവരുടെയും, ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെയും അഭിപ്രായം മാറിയെന്നുള്ളത് പറയപ്പെടുന്നത്. യാക്കോബ് അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കഴിക്കാതിരുന്നു, ഉപവസിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് യാക്കോബിന് വെളിപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് സഭയുടെ നെടും തൂണുകളിൽ ഒരാളായിരുന്നു യാക്കോബ്. യാക്കോബിൻ്റെ മുട്ടും ഒട്ടകത്തിൻ്റെ മുട്ടും ഒരുപോലെയാണെന്ന് പറയുന്നത്. അതായത് ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ. എപ്പോഴും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നൊരു ദൈവപുരുഷനായിട്ട് മാറി. മരിക്കാൻ നേരത്ത് കർത്താവിനെ തള്ളി പറഞ്ഞിരുന്ന ആളാണ്. യാക്കോബ് മരിച്ചെന്ന് പറഞ്ഞാൽ യാക്കോബിനെ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, കർത്താവിനെ തള്ളി പറയാൻ പറഞ്ഞു. തള്ളി പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ കൊന്നു കളയുന്നു. തള്ളി പറഞ്ഞില്ല. തള്ളി പറഞ്ഞിരുന്ന ആളാണ്, തള്ളി പറഞ്ഞില്ല.
അവിടുന്ന് തള്ളി താഴെ ഇട്ടു. എന്നിട്ടും പുള്ളി മരിച്ചില്ല. മരിക്കാഞ്ഞപ്പോഴത്തേക്ക് അവർ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. അന്നേരം പുള്ളി പറഞ്ഞു അവരോട് ക്ഷമിക്കണം. ഓർക്കണം, ഇന്ന് നിങ്ങളുടെ ദൈവം പറഞ്ഞേക്കുന്ന ചില പ്ലാൻസ് മറ്റുള്ളവർക്ക് മനസ്സിലായെന്ന് വരത്തില്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷെ അത് ദൈവം തന്നാണെങ്കിൽ, ദൈവം അത് അംഗീകരിച്ചിട്ടുള്ളതാണെങ്കിൽ, ദൈവം അത് മാനിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ മിഷൻ എന്താണെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ കുടുംബങ്ങൾക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ദൈവം അത് അപ്രൂവ് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി അപ്രൂവൽ ദാറ്റ് മാറ്റേഴ്സ്. ആ ഒരു അംഗീകാരം മാത്രം മതി. കാര്യം ആ ദൈവത്തെ ഹിതം ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആകുന്നത്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല, പക്ഷെ അത് മറ്റുള്ളവർക്കും പിന്നീടാണെങ്കിലും പ്രയോജനപ്പെടുന്ന ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ദൈവഹിതത്തിന് സബ്മിറ്റ് ചെയ്യുകയും ദൈവത്തിൻ്റെ പ്ലഷർ, ദൈവത്തിൻ്റെ സന്തോഷം, ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നത് അത് നമ്മുടെ ഗോളാകുമ്പോഴത്തേക്ക് എവരിതിങ് വിൽ fall into place. Thank you.